بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. പ്രേം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖമായി സ്വയം ബോധ്യത്തോടു കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ദുനിയാവിലെ ജീവിതം അതിവേഗതയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളും, ഓരോ ദിനങ്ങളും, ഓരോ ആഴ്ചകളും സൂചിപ്പിക്കുന്നത് മരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന ഒരു വർത്തമാനമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നമ്മോട് പഠിപ്പിച്ചു തന്ന കാര്യമാണ് അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ സുഖങ്ങളെയും ഇല്ലാതാക്കി കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർമ്മിക്കണം. എല്ലാ സുഖങ്ങളും ഇല്ലാതാക്കി കളയുന്നതിനെ, അതായത് മരണത്തെക്കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. നമ്മളെല്ലാം ആർക്കും വിശദീകരണങ്ങളില്ലാതെ ബോധ്യമുള്ള കാര്യമാണ്, ഏതു സമയത്തും ഏത് സന്ദർഭത്തിലും മരണമെന്ന് പറയുന്നത് എത്തുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാചകമാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ദേഹവും, ജനിച്ചു വീണ എല്ലാ മനുഷ്യരും, എല്ലാ ജീവികളും അത് മരണപ്പെടുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നമ്മുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം അത് ഖിയാമത്ത് നാളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തിയാക്കി നമുക്ക് നൽകുക. ആ സമയത്ത് ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആര് നരകാഗ്നിയിൽ നിന്നും രക്ഷപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവരാകുന്നു വിജയികൾ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോട് ചേർന്നുകൊണ്ടുള്ള അള്ളാഹുവിന്റെ വാചകം വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. മതാഉൽ ഗുറൂർ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അത് ദുനിയാവിലെ ഈ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ വഞ്ചിച്ചു കളയുന്ന ഒരു വിഭവമാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഈ വാചകങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ പലയിടത്തും നമ്മൾ കേട്ടതാണ്. എനിക്കറിയാം, ഞാൻ ഈ പറയുന്ന ആയത്തുകളൊക്കെ ആവർത്തിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ മറന്നു പോകാറുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പല തീരുമാനങ്ങളും നമ്മൾ എടുക്കുന്നത്, ജീവിതത്തിൽ നമ്മുടെ കണക്കുകൂട്ടലുകൾ മുഴുവനും ദുനിയാവിലെ വിജയത്തിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. പ്രലോകം എന്ന് പറയുന്നതിന്റെ ചോദ്യമുണ്ടെന്ന ആ ഒരു ബോധം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അതുകൊണ്ടാണ് പലർക്കും ഇപ്പോഴും
സഹോദര ബന്ധങ്ങളും രക്തബന്ധമുള്ളവരും തമ്മിൽ പണങ്ങി നിൽക്കുന്നുണ്ട് എങ്കിൽ, അതേപോലെ അനർഹമായ സമ്പത്തുകൾ പിടിച്ചു വച്ചത് തിരിച്ചു കൊടുക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ, അന്യായമായ കച്ചവടങ്ങൾ ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ, കളവുകളും അനീതിയും ജീവിതത്തിന്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദുനിയാവ് രക്ഷപ്പെടണം, ദുനിയാവിൽ എന്റെ സമ്പത്ത് പോകരുത്. ജ്യേഷ്ഠാനുജന്മാർ തമ്മിലും വിശ്വാസികൾ തമ്മിലും പിണങ്ങി നിന്നാൽ സ്വർഗമാണ് നിനക്ക് തടസ്സമെന്ന് ഗൗരവമായുള്ള പ്രവാചകന്റെ വാചകം ഉണ്ടായിട്ടും അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഗണനയില്ല, അല്ലെ? എന്റെ സ്വത്ത് തന്നെയാണ് എനിക്ക് പ്രധാനം, എന്റെ സമ്പത്ത് തന്നെയാണ് എനിക്ക് പ്രധാനമുള്ളത്, എന്റെ അന്തസ്സും എന്റെ അഭിമാനവും തന്നെയാണ് എനിക്ക് ഉന്നതിയിൽ നിൽക്കുന്നത്. അതുകൊണ്ടല്ലേ നമുക്ക് പലരോടും ക്ഷമിക്കാൻ കഴിയാതെ പോകുന്നത്, പലരോടുമുള്ള വെറുപ്പുമായി ഇപ്പോഴും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദുനിയാവിൽ ഞാൻ അവനോട് മിണ്ടിയാൽ, അല്ലെങ്കിൽ ഞാൻ അവനോട് നന്നായാൽ, അവൻ നല്ലവനാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാവൂല. അവനെ പറ്റി ഞാനത് പറയില്ല. കാരണം എന്താ? അവൻ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഇതിന് കാരണം ഈ ദുനിയാവിന്റെ അപ്പുറത്തേക്കൊരു ജീവിതത്തിനെ കുറിച്ച്, ഖബറിലേക്ക് നമ്മൾ ഇറക്കുമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇണകളോട് മാന്യമായി പെരുമാറാൻ പറ്റാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്നത്. എന്തിനേറെ ജന്മം നൽകിയ മാതാപിതാക്കളോട് പോലും പിണങ്ങി നിൽക്കുന്നവർ, അവരോട് തന്നെ മോശമായ രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്നത് ദുനിയാവിന്റെ സുഖം മാത്രം പരിഗണിച്ചിട്ടാണ്. ദുനിയാവിൽ ഞാൻ വിചാരിച്ചതുപോലെ പോണം. എന്നാൽ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക, മരണം എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും പിടികൂടും. ഒരു കവി പറഞ്ഞതുപോലെ, ആരെങ്കിലും ഈ ദുനിയാവിൽ ശാശ്വതമായി നിലനിൽക്കുമായിരുന്നുവെങ്കിൽ അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നാൽ ആ റസൂൽ നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് മരണം പിടികൂടുകയില്ല എന്നുള്ളത് അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വിശദീകരിച്ചുകൊണ്ട് തെളിവുകളെ കൊണ്ട് പറയേണ്ട ആവശ്യവുമില്ല. നമ്മൾ അറിയണം, മരണമെന്ന് പറയുന്നത് നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എത്ര ശക്തമായ കോട്ടകൾക്കുള്ളിൽ നിങ്ങൾ ഒളിച്ചിരുന്നാലും, നിങ്ങൾ എങ്ങനെ ഓടി ഒളിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നിങ്ങൾ നടത്തുകയാണെങ്കിലും ശരി, അത് പിടികൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മരണാസന്നമായ സമയത്ത് പേടിക്കുന്നുണ്ട്. അദ്ദേഹം പേടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ കൂടെയുള്ള ആളുകൾ ചോദിച്ചത്, എന്തിനാ അബൂ ഹുറൈറ മരണത്തിന് നിങ്ങൾക്ക് ഇത്രയേറെ പേടിയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മരണത്തിനെയല്ല എനിക്ക് പേടിയുള്ളത്. ഈ ഇവിടെയുള്ള ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് നിർണിതമാണ്. നമ്മൾ എത്ര മാരകമായ രോഗത്തിന് അടിമകളാണ് നമ്മളെങ്കിലും, നമ്മൾ എത്ര സാമ്പത്തികമായി തകർച്ച ഉള്ള അനുഭവപ്പെട്ടവരാണ് നമ്മളെങ്കിലും ശരി, നമുക്ക് ഈ ദുനിയാവിലെ ജീവിതത്തിന് ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ അത് അവസാനിക്കും. എന്നാൽ മരണമെന്ന് പറയുന്നതിന് ശേഷം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതോടുകൂടി നമ്മൾ പിന്നീട് മരണമില്ല, പിന്നീട് മരണമെന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഇല്ല. പിന്നെ നമ്മൾ എന്താണോ ചെയ്തു വച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക എന്നല്ലാതെ അതിനെയാണ് ഞാൻ പേടിക്കുന്നത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. മരണത്തിൽ നിന്നും ഓടി ഒളിക്കുവാൻ സാധ്യമല്ല. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ പേടിക്കുന്ന, നിങ്ങൾ കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് ഭയപ്പെടുന്ന ആ ഒരു മരണം അത് നിങ്ങൾ പിടികൂടുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. അല്ലാഹുവിന്റെ അടുക്കലേക്ക് നമ്മൾ മടക്കപ്പെടുമെന്നുള്ളത് വയുനബ്ബിയുക്കും ബിമാ കുൻതും തഅമലൂൻ. അവിടെ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ കുറിച്ച്. നമ്മൾ ഈ ദുനിയാവിൽ നമുക്ക് ആരെയും പറ്റിക്കാൻ പറ്റും, ആരുടെ മുമ്പിലും നമുക്ക് നല്ല ശുദ്ധിയുള്ള മനുഷ്യനായി കൊണ്ട് നമുക്ക് കടന്നു പോകാൻ പറ്റും. പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലണം. അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന മലക്ക് മലക്കുൽ മൗത്തിൽ ലദീ വക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ നമ്മുടെ പിടികൂടുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. ആ സമയത്ത് നമ്മൾ തിരിച്ചു പോകണം, ആ സമയത്ത് നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകണം. ആ ബോധ്യമാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉണ്ടാവണം. അത് പറയാനോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും സമയത്ത് കൊണ്ട് കേട്ടു മറന്നു പോകേണ്ടതോ അല്ല. അതുകൊണ്ട് ഗൗരവമായിട്ട് നമുക്കത് ഓർമ്മ വേണം. ഒരു കവിയുടെ വാചകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മള് ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് വീഴുന്നത്. ഒരു കുട്ടി പ്രസവിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് അവൻ വരുന്നത്. ആ സമയത്ത്
ആ കരച്ചിലുമായി വരുമ്പോഴും കൂടെ നിൽക്കുന്ന ആളുകൾ മുഴുവൻ ചിരിക്കണം. ആ കുട്ടിയെ ലഭിച്ച സന്തോഷത്തുള്ള ചിരിയാണ്. അതേപോലെ മരണം നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ മുഴുവനും കരയും. നമ്മോട് ബന്ധമുള്ളവരുടെ മനസ്സുകളിൽ സങ്കടമുണ്ടാകും, അവരുടെ ഹൃദയത്തിന് വേദന ഉണ്ടാകും. ആ സമയത്ത് ആ നമ്മുടെ കഫം പുടവയിൽ നമ്മൾ കിടക്കുന്ന സന്ദർഭത്തിൽ അവിടെ ചിരിച്ചു കിടക്കാൻ സാധ്യമാകുന്ന രൂപത്തിലേക്കുള്ള അമലുകൾ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മളെ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ മറ്റൊരു വാചകം, വല യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഇതെല്ലാം നേരത്തെ പറഞ്ഞ അതേ ആശയങ്ങൾ തന്നെയാണ്. ഒരു സെക്കൻഡ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിശ്ചയിക്കപ്പെട്ട മരണമെന്ന് പറയുന്നത് ഒരു സെക്കൻഡ് പോലും അതിനെ പിന്തിപ്പിക്കുന്ന ഒരു സാഹചര്യം, ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ നാളെ ശരിയാവും, പിന്നീട് ശരിയാവും, റമദാൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കാത്തിരിക്കണം. ഇപ്പോഴും നമുക്ക് പല ബന്ധങ്ങളെയും ചേർക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് കുറച്ചുകൂടി കഴിയട്ടെ. ആരാ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഈ സംസാരം പൂർത്തീകരിക്കുവാൻ സാധ്യമാകുമെന്ന്? ഞാനും നിങ്ങളും ഇവിടെ തിരിച്ച് നമ്മുടെ വീടുകളിലേക്ക് പോയി ഭക്ഷണം കഴിക്കുമെന്ന് ആർക്കുറപ്പുള്ളത്? നമ്മുടെ ഇണകൾ അവിടെ ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, നല്ല വിഭവങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പല ആളുകളും ഇപ്പം വരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയവർ പലരും തിരിച്ചു വന്നിട്ടില്ല. പലരും തിരിച്ചു വന്നത് മയ്യത്ത് കട്ടിലുകളാണെന്നതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്, ബോധ്യമുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ കുറെ കാലം ഉണ്ടാവും, അല്ലേ, ഞാൻ കുറെ കാലം ഉണ്ടാകും, എനിക്കുള്ള ഈ ആരോഗ്യവും എൻ്റെ ഈ സമ്പത്തും ഒക്കെ എനിക്ക് എന്നും ഉണ്ടാകും എന്നുള്ള ധാരണയിൽ കിബറിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ. ആ കിബറുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ആർക്കും വിട്ടുകൊടുക്കാൻ നമുക്ക് തോന്നാത്തത്, ആരോടും ഒന്ന് വിനയം കാണിക്കാൻ ആർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോകാത്തത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസിനെ ഒരു കഥാരൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു പണമുള്ള സമ്പത്തുള്ള ഒരു രാജകുമാരൻ ജനിച്ചു വീഴുകയാണ്. അവൻ രാജകുമാരനാണ്, അവൻ സുഖാഡംബരത്തിലാണ് ഉള്ളത്, അവൻ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പരിചാരകരുണ്ട്, സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവസാനം മരിക്കാൻ ഉള്ള സാഹചര്യം എത്തിയപ്പോൾ അദ്ദേഹം വെറുതെ ഇങ്ങനെ ആലോചിക്കണം, എൻ്റെ അടുത്ത് എന്താണ് ഉള്ളത്? ഞാൻ മരിക്കാൻ പോവാണ്, എൻ്റെ അടുക്കൽ എൻ്റെ ആരാണ് എൻ്റെ കൂടെയുള്ളത്? അങ്ങനെ അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ 3 ഭാര്യമാരുണ്ട്. ആ 3 ഭാര്യമാരിലാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷയുള്ളത്. ആദ്യത്തെ ഭാര്യനെ വിളിച്ചു, പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവാണ്, നീ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നില്ല, നിങ്ങൾ മരിച്ച് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് പോയി, എനിക്കിവിടെ കുറെ ആളുകൾ ഇവിടെ ഉണ്ട്, ഒരുപാട് കാലം സേവിച്ചിട്ടില്ലേ നിന്നെ ഞാനെന്ന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. നിന്നെ പരിചരിച്ചിട്ടില്ലേ? നിനക്ക് വേണ്ട നിന്റെ സന്തോഷത്തിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നത് ഇല്ല എന്നാണ്. അങ്ങനെ രണ്ടാമത്തെ ഭാര്യനെ വിളിച്ചു. രണ്ടാമത്തെ ഭാര്യയും പറഞ്ഞു, സംഗതി ആരും അറിയാതെ അല്ലെങ്കിൽ നിന്റെ അടുക്കലേക്ക് ഞാൻ വന്നിട്ടുണ്ട്, നിന്റെ അടുക്കലേക്ക് നിന്നെ വന്ന് പരിചരിച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി കാര്യങ്ങൾ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ എൻ്റെ കൂടെ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനും അതിൻ്റെ ഈ മറുപടി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങൾ പോയി, എനിക്ക് ഇനിയും വേറെ ആളുകളുണ്ട് വരാൻ, പിന്നാലെ വരുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെ അടുക്കലേക്ക് ഞാൻ പോകും, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവുകയില്ല, വേണമെങ്കിൽ ഖബറിന്റെ അടുക്കലേക്ക് വെച്ചുവരുന്നേക്കാം, ഞാൻ വരാമെന്നുള്ള മറുപടിയാണ് ആദ്യ 2 ഭാര്യമാരും കൊടുക്കുന്നത്. മൂന്നാമത്തെ ഭാര്യയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം ആ ഭാര്യയോട് പറഞ്ഞു, നിന്നെ മറ്റുള്ളവരെ പരിചരിച്ചതുപോലെ, മറ്റുള്ളവരെ പരിഗണിച്ചതുപോലെ പരിഗണന തരാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല, അവരെ ശ്രദ്ധിച്ചതുപോലെ എല്ലാ ദിവസവും നിന്നെ സന്തോഷിപ്പിക്കേണ്ട പണിയൊന്നും ഞാൻ എടുത്തിട്ടില്ല വല്ലാതെ, അതേപോലെ നിന്നെ വല്ലാതെയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, നിന്നെ പരിഗണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, എങ്കിലും എന്നോട് എനിക്ക് ചോദിക്കാൻ ഒരു പ്രയാസമുണ്ട്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, നീ എനിക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ, എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ആ മൂന്നാമത്തെ ഭാര്യ പറയുന്നത്, അതെ, ഞാൻ നിങ്ങളുടെ കൂടെ വരാം, ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന മറുപടിയാണ് കൊടുക്കുന്നത്. പക്ഷെ ആ മൂന്നാമത്തെ ഭാര്യ കരയുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ ആ ചോദിക്കാണ്, എന്തിനാ കരയുന്നതെന്ന ചോദ്യത്തിന് ഉത്തരം, ഈ ദുനിയാവിൽ നിങ്ങൾ എത്രയാണോ എന്നെ പരിഗണിച്ചുള്ളത്, എത്രയാണോ നിങ്ങൾ എൻ്റെ കൂടെ നിന്നിരുന്നത്, അത്ര കാലം മാത്രമേ, ആ ഒരു സമയം മാത്രമേ എനിക്ക് നിങ്ങൾക്ക് അവിടെ തരാൻ പറ്റുകയുള്ളൂ എന്നൊരു മറുപടിയാണ്. ഈ മൂന്ന് ഭാര്യമാരെന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തും നമ്മുടെ കുടുംബവും നമ്മുടെ അമലുമാണ്.
നമ്മുടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തന്ന ഹദീസാണ്, യതബഉൽ മയ്യതു സലാസുൻ ഫയർജിഉ ഇസ്നാൻ വയബ്ഖാ മഅഹു വാഹിദുൻ. 3 കാര്യങ്ങൾ മയ്യത്തിന്റെ കൂടെ ഉണ്ടാകും, 2 എണ്ണം തിരിച്ചു പോരും, 1 മാത്രമേ ഉണ്ടാവുകയുള്ളൂ, കൂടെ ഉണ്ടാവുകയുള്ളൂ. അവന് തിരിച്ചു വരുന്നത്, അവന്റെ കൂടെ ഉണ്ടാവുന്നത് അവന്റെ കുടുംബം ഖബറിന്റെ അടുക്കൽ വരെ ഉണ്ടാവുകയുള്ളൂ. അവന്റെ സമ്പത്ത് വേണമെങ്കിൽ നമുക്കൊക്കെ എന്താക്കാം, എന്തെങ്കിലും അവന്റെ സമ്പത്ത് വേണം, ഖബറിന് വരെ കൊണ്ടുപോകാം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഒന്നേ വാക്യാവുള്ളൂ, അത് അമലാണ്. നമ്മൾ പ്രവർത്തിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ അമലുകൾ, അത് മാത്രമേ ഉണ്ടാകുള്ളൂ. അത് എത്രയാണോ നമ്മുടെ കൈകളിലുള്ളത്, എത്രമാത്രം അതിന് ശക്തിയുണ്ടോ, എത്രമാത്രം അതിന് നമ്മളെ സഹായിക്കുവാൻ പറ്റുമ്പോൾ അത് മാത്രമേ അതിന് സഹായിക്കാൻ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് അത് പറ്റില്ല. ദുനിയാവിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന് തൃപ്തിയുള്ള, പ്രവാചകന് തൃപ്തിയുള്ള അമലുകളെ കൊണ്ട് നമുക്ക് സജീവമാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ഖബറിലും ശേഷമുള്ള ജീവിതത്തിലും നമുക്ക് സഹായകമായി, നമുക്ക് ശക്തിയായി അത് മാത്രം ഉണ്ടാവുള്ളൂ. നമ്മുടെ കുടുംബമോ നമ്മുടെ മറ്റു സമ്പത്തോ ഒന്നും അതിന് കൂടെ ഉണ്ടാവില്ല. സമ്പത്ത് എന്നൊക്കെ പറഞ്ഞാൽ എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടാവുക, എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടാവുക? ഇന്ന് ഏതെങ്കിലും ഒരു സ്ഥലം നോക്കിയിട്ട് അത് ഇന്ന ആളുടെ സ്ഥലമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ ആ മനുഷ്യന്റെ മയ്യത്ത്, ആ മനുഷ്യൻ മരണപ്പെടുന്നതോടുകൂടി പിറ്റേന്ന് നമ്മൾ പറയുന്ന പേരുകൾ അത് അയാളുടെ 2ാമത്തെ മകൻ്റെതാണ്, 3ാമത്തെ മകൻ്റെതാണ്, അങ്ങനെ ഓരോരുടെ മക്കളുടെ പേരിലേക്ക് മാറാൻ നിമിഷങ്ങൾ മാത്രം മതി. ആ ഒരു സമ്പത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് നമ്മുടെ പരലോകം പോലും നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ ഖബറിലെ ജീവിതത്തിലെ പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ നമ്മളെ ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്നവരുണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സമ്പത്തിനു വേണ്ടിയിട്ടാണ്, സമ്പത്തിനു വേണ്ടിയിട്ടാണ്. നന്നായി ആലോചിക്കണം, നിങ്ങൾ നന്നായി ആലോചിക്കണം. നമ്മോട് എത്ര തന്നെ പ്രയാസങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഭൂമിയോളം താഴ്ന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചേ പറ്റുകയുള്ളൂ. അത് പരിഹരിക്കുന്നില്ല എങ്കിൽ അറിഞ്ഞു വെക്കുക, ദുനിയാവിന്റെ അപ്പുറത്തുള്ള ജീവിതത്തിനെയാണ് ഇത് ബാധിക്കുന്നത് കേട്ടോ. ദുനിയാവിലെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായിക്കാൻ ആളുകൾ ഉണ്ടാകും, ചിലപ്പോ കുടുംബങ്ങളോ കൂട്ടുകാരോ പ്രിയപ്പെട്ടവരോ നാട്ടുകാരോ സന്നദ്ധ സംഘടനകളോ ഉണ്ടാകാം. എന്നാൽ ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന അമലുകളല്ലാതെ മറ്റൊന്നും കൂടെ ഉണ്ടാകുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഞാൻ ഈ പറയുന്ന വാചകങ്ങൾ മുഴുവനും ഇത്രയേറെ ഗൗരവത്തോടു കൂടി എന്നോടും തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ആ വിഷയത്തെ ആ നിലക്ക് തന്നെ കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കാരണം എവിടെ വെച്ച് ഏത് സന്ദർഭത്തിലാണ് മരണം സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആർക്കും അറിയുകയില്ല. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് നന്നായി നമ്മൾ ഓർമ്മിക്കണമെന്ന് പറയുകയാണ്. അതേപോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് ഉപദേശം ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇദാ ഖുംത ഫീ സ്വലാത്തിക ഫസ്വല്ലി സ്വലാത മുഅദ്ദിഅൻ. നീ നിസ്കരിക്കേണ്ടത്, നീ നമസ്കാരം നിർവഹിക്കണം. അതെങ്ങനെ നിസ്കരിക്കണം എന്നറിയോ? ഓരോ നമസ്കാരം നിർവഹിക്കുമ്പോഴും ഇതെന്റെ ജീവിതത്തിന്റെ അവസാനത്തെ നിസ്കാരമാണ്. നമ്മൾ ഇന്ന് ഈ വെള്ളിയാഴ്ചയിൽ ഇവിടെ കൂടിയിരിക്കുന്നവരിൽ എത്ര പേർക്ക് അടുത്ത വെള്ളിയാഴ്ചയിലേക്ക് ഇവിടെ കൂടിയിരിക്കാൻ പറ്റും? അടുത്ത വക്ത് ജമാഅത്തിലേക്ക് എത്ര ആളുകൾക്ക് എത്താൻ പറ്റും? അറിഞ്ഞുകൂടെ നമുക്കാർക്കും. നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടില്ല പ്രിയപ്പെട്ടവരെ, അല്ലെ? സുബഹിന്റെ ജമാഅത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നമ്മൾക്ക് മരണപ്പെട്ടു പോയവർ നമ്മുടെ കൂട്ടത്തിലില്ലേ? നമ്മോട് യാത്രകൾ പറഞ്ഞുകൊണ്ട് ഗൾഫിലേക്കൊക്കെ പോയിരിക്കുന്ന പല ആളുകളെയും പിന്നീട് മയ്യത്തായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അതെവിടെ വെച്ചുകൊണ്ടാണ്, എപ്പോഴാണ് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് പ്രവാചകന്റെ ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങളിൽ ഒന്ന്, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. ഒന്ന്, ഹയാതുക ഖബ്ല മൗതിക, മരണത്തിന് മുമ്പ് അള്ളാഹു തന്ന ആയുസ്സിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതേപോലെ വസിഹതക ഖബ്ല സഖമിക, രോഗം അത് പിടികൂടുന്നതിന് മുമ്പ്. പലപ്പോഴും നമുക്ക് ചെറുപ്പക്കാരോടൊക്കെ പറഞ്ഞ തിരക്കാണ്, നമുക്ക് ജീവിതത്തിൽ തിരക്കാണ്. അതുകൊണ്ട് തന്നെ പരലോകത്തിന് വേണ്ടി പണിയെടുക്കാൻ നമുക്ക് സമയമില്ല. ദുനിയാവിന്റെ ആഗ്രഹങ്ങളും ദുനിയാവിന്റെ സന്തോഷങ്ങളും അതിനുവേണ്ടി നമ്മൾ പാഞ്ഞു നടക്കണം. പക്ഷെ അറിഞ്ഞു വെച്ചോളിട്ടോ, അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ചെറിയൊരു അപകടം സംഭവിച്ചാൽ മതി. അതുകൊണ്ട് അപകടം തന്നെ വേണമെന്നുമില്ല, ഒരു ചെറിയൊരു കാരണം മതി. നമ്മുടെ കിടക്കുന്ന കിടക്കയിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോകാൻ. ഒരു ഗ്ലാസ് കഞ്ഞി കുടിക്കണമെങ്കിൽ, ഒരു സ്പൂൺ കഞ്ഞി കുടിക്കണമെങ്കിൽ നമ്മുടെ സഹധർമ്മിണിയുടെ, ഉമ്മയുടെ, മറ്റുള്ള പരിചാരകരുടെ സഹായം ആവശ്യം വേണ്ടി വരുന്ന
അവസ്ഥയിലേക്ക് എത്താൻ യാതൊരു സമയവും കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെക്കൻഡുകൾ മതിയത്. നിൽക്കുന്ന നിൽപ്പിൽ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട അവയവത്തിന് ഒരു ഇളക്കം സംഭവിച്ചാൽ മതി, ഒരു വേദന വന്നാൽ മതി. ആ വേദന വന്നാൽ മതി, അതിന്റെ ഒരു പക്ഷേ നമ്മുടെ ജീവിതകാലം മുഴുവൻ ബെഡിലേക്ക് തിരിച്ചു പോകുന്ന രൂപത്തിൽ അവസ്ഥകൾ ഉണ്ടാകാം. അതുകൊണ്ട് ആ ഒരു ബോധവും നമുക്കുണ്ടാവുകയും ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ നന്മകൾ ചെയ്യുക. അതേപോലെ തിരക്കിന് മുമ്പ് പല ആൾക്കാർക്ക് പറയുന്നത് തിരക്കാണെന്നാണ് പറയുന്നത്. എന്നാൽ ആ തിരക്ക് എന്ന് പറയുന്നത് ഇനിയും കൂടുകയല്ലാതെ കുറയൊന്നുമില്ലല്ലോ. ആ തിരക്ക് പിടിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് നമ്മുടെ ഒഴിവ് സമയത്തിനെ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് വാർദ്ധക്യത്തിന് മുമ്പ് നിന്റെ യുവത്വത്തിനെ ഉപയോഗപ്പെടുത്തണം. ചെറുപ്പക്കാരോട് ഗൗരവത്തോടു കൂടി പറയാണ്, നമുക്ക് മനസ്സിലായിട്ടില്ല എപ്പോഴും, നമ്മൾ ആലോചിച്ചിട്ടില്ല എപ്പോഴും. നമ്മൾ വിചാരിച്ചത് 5 നേരം കൃത്യമായി നിസ്കരിക്കേണ്ടത് അത് കുറച്ച് പള്ളിയായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അറബി കോളേജിൽ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്ന ആൾക്കാർ, ഓല് മാത്രം എന്താക്കേണ്ടതുള്ളൂ, 5 നേരം നിസ്കരിക്കേണ്ടതുള്ളൂ. ഞാൻ ഗൾഫിൽ പോയി പണിയെടുക്കണമല്ലേ, ഞാൻ ബിസിനസ്സുമായി നടക്കണമല്ലേ, ഞാൻ വലിയൊരു സംഭവമല്ലേ, അതുകൊണ്ട് എനിക്കൊന്നും ഇത് ഏർപ്പാട് ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. പ്രിയപ്പെട്ട മുസ്ലിമേ, നീ ഒരു മുസ്ലിമാണ് എങ്കിൽ 5 നേരത്തെ അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്നുള്ള ബാങ്കിന്റെ വിളിക്കുത്തരം കൊടുക്കേണ്ടത് അറബി കോളേജിൽ പഠിച്ചവനും ഡിഗ്രി ഉള്ളവരാണെങ്കിലും ശരി, അതല്ല നിങ്ങൾ കൂലിപ്പണി എടുക്കുന്നവരാണെങ്കിലും ശരി, ആ ബാങ്കിന്റെ വിളിക്കുത്തരം കൊടുക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്തമാണ്, ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്, നിർബന്ധമായ ബാധ്യതയാണ്. അതല്ലാതെ നമ്മുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല, ഞാൻ ഇവിടുത്തെ പ്രമാണിയാണ് നോക്കിയിട്ടല്ല 5 നേരത്തെ ബാങ്കിന് ഉത്തരം കൊടുക്കേണ്ടത്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ നിന്റെ ദാരിദ്ര്യത്തിന് മുമ്പ് നീ എന്തു വേണം? നീ നിന്റെ സുഖകരമായ അവസ്ഥയെ നീ എന്താവണം? നിന്റെ ദാരിദ്ര്യത്തിന് മുമ്പ് നിന്റെ ആ ഒരു പണമുള്ള സാഹചര്യത്തിൽ നീ എന്താകണം? ഉപയോഗപ്പെടുത്തണമെന്നുള്ള പ്രവാചകന്റെ വാചകം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നും അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണചിന്തയെക്കുറിച്ച് ഗൗരവത്തോടു കൂടി കാണുകയും അതിനെക്കുറിച്ച് ഓർമ്മയുമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിക നിയമങ്ങളെ മുറുകെ പിടിക്കാൻ അവൻ സന്നദ്ധനാകുമെന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എല്ലാ ആഘോഷങ്ങളും ഇന്ന് അത് പൊതുവായി എല്ലാവരും ആഘോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏത് മതത്തിൽ ആഘോഷങ്ങൾ വന്നാലും അതിൻ്റെ ഒന്നാം സ്ഥാനത്ത് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളാണ് അധികവും ഉള്ളത്. അതേപോലെ തന്നെ ഒരു പുതിയ വർഷം കടന്നു വരുമ്പോൾ പല ആളുകളും ഒരുപാട് പ്ലാനുകളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പുതുവർഷത്തിനെ സ്വീകരിക്കാൻ വേണ്ടി. അത് ഇസ്ലാമിക സംസ്കാരമല്ല, അത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമുള്ള കാര്യമല്ല. ആ രൂപത്തിലുള്ള ആഘോഷങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് നമ്മൾ കൂടികളാകാൻ പാടില്ല. നമുക്ക് നമ്മുടെ ഇസ്സത്ത്, നമ്മുടെ പ്രതാപത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മ വേണം. ആ ഒരു ഇസ്സത്തിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. എല്ലാത്തിൻ്റെയും കൂടിച്ചേരുക എന്ന് പറയുന്നത് അനുവദിക്കപ്പെടുന്ന കാര്യമല്ല. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും വേറൊരു ജനതയോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവനിൽപ്പെട്ടവനായി എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം നമുക്ക് ഓർമ്മ വേണം. അതുകൊണ്ട് ഈ ഒരു പുതുവർഷ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ സംഗീതവും പാട്ടും കൂത്തുമായി കൊണ്ട് പല പരിപാടികളും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒന്നാമത് സഫിൽ കാണുന്നവരായി നമ്മൾ മാറാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ രക്ഷിതാക്കളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ മക്കൾ ആ സമയത്തും സന്ദർഭത്തിലുമൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണെന്ന് കൂടി ഓർമ്മപ്പെടുത്താൻ. കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പുള്ള ഒരു പുതുവർഷ പുലരിയിൽ എൻ്റെ കൂടെ ഹജ്ജിന് വന്ന ഒരു സഹോദരൻ്റെ മകൻ മരണപ്പെട്ടിട്ടുണ്ട്. നമുക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ ഗേറ്റിൻ്റെ അവിടുന്ന് വണ്ടി റെയിൽപ്പാളത്തിലേക്ക് മുറിച്ച് കടക്കുന്നതിനിടയിൽ വണ്ടി എടുത്തും മുറിച്ച് കടന്ന് രാത്രി 12 മണിക്ക് ജനുവരി 1 ആഘോഷിക്കാൻ പോയതാണ്.
ട്രെയിൻ തട്ടി മരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അള്ളാഹു ആ കുട്ടിക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്ന ബോധ്യമുണ്ടാകണം. അതേപോലെ വലിയ തിന്മകളിലേക്ക് ഉള്ള യാത്രയുടെ ആരംഭവും ഇത്തരം ആഘോഷങ്ങളിൽ നിന്നുമാണ് തുടങ്ങുന്നത്, അല്ലേ? മയക്കുമരുന്നും അതേപോലെയുള്ള പല സംഗതികളുടെയും ആരംഭം ഇത്തരം പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയാണെന്നുള്ളതൊക്കെ ആ ഒരു ബോധം രക്ഷിതാക്കൾക്ക് ഉണ്ടാവണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, മുഅ്മിനായി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരിക്കുന്ന വിശ്വാസികളിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാഥാ. പള്ളികളിൽ വന്നവരും വരാത്തവരുമായിട്ടുള്ള പല ആളുകളുമുണ്ട്. അവർക്കെല്ലാം നീ വേഗത്തിൽ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മക്കള്, മാതാപിതാക്കള്, സഹോദരങ്ങൾ, നമ്മുടെ ഭാര്യമാർ, അവരുടെ എല്ലാം ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൗഹീദ് ഉറക്കനെ വിളിച്ചു പറയാൻ സാധ്യമാകുന്ന രൂപത്തിലുള്ള ഒരുപാട് മിമ്പറുകളുണ്ട് ഇതുപോലെയുള്ളത്. അതിനുവേണ്ടി പ്രയത്നിച്ച ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് ഒമറാക്കൾ, അള്ളാഹു അവരുടെ ആ പ്രവർത്തനത്തെ നീ സ്വീകരിക്കണമേ റഹ്മാനെ. അവർക്കത് പരലോകത്ത് ഉപകാരപ്പെടുന്ന കർമ്മമാക്കി നീ മാറ്റുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ അഫ്ൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യായ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوة يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.